നമസ്കാരം, ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. ക്യാൻസർ മനുഷ്യനെന്ന ഭയപ്പാടോടുകൂടി വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു അസുഖമാണെന്നുള്ളത് കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പലപ്പോഴും യഥാസമയം ക്യാൻസർ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് ജീവനെ ആപത്താവുകയും ഭീഷണിയാവുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ചുറ്റും കാണാനുമുണ്ട്. ഏർലി ഡിറ്റക്ഷൻ ക്യാൻസറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എത്ര നേരത്തെ മുൻകൂട്ടി നമുക്കറിയാൻ കഴിയുന്നുവോ അത്ര നേരത്തെ തന്നെ തീർച്ചയായും അതിന് ഫലവത്തായ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും പ്രധാനമായും നമുക്ക് നല്ല രീതിക്കുള്ള ട്രീറ്റ്മെൻറ്റും ചികിത്സയുണ്ട്. പക്ഷേ അത് നേരത്തെ അറിയണമെന്ന് മാത്രം. പക്ഷേ എന്നാൽ പലപ്പോഴും പല തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ അവഗണിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അതിനെ ഒരു നിസ്സാരവൽക്കരിച്ച് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത്. ഒരു പക്ഷേ നെഞ്ചിൽ ഒരു കഴലയാണ് എങ്കിൽ അത് ഒരു പരിധിവരെ ചിലപ്പോൾ ഒരു സാധാരണ ഒരു ഫൈബ്രോഅഡിനോമ എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു മുഴയായിരിക്കാം. അല്ലെങ്കിൽ അത് ഒരു പക്ഷേ തീർച്ചയായും മാലിഗ്നൻസി അല്ലെങ്കിൽ എന്ന് പറയുന്ന തരത്തിലുള്ള ക്യാൻസർ രൂപത്തിൽ മാറുന്ന ഒരു മുഴയായിരിക്കും. പക്ഷേ ഇത് പരിശോധനയ്ക്ക് വിധേയമാകാതെ നമ്മൾ ഭയന്ന് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് ഇത് പ്രശ്നമായി മാറുന്നത്. അത് എന്തിനെ നേരിടുക എന്നുള്ളതാണ്. നമ്മളത് നേരിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് തയ്യാറായി കഴിഞ്ഞാൽ, ആ സ്ക്രീനിങ് ടെസ്റ്റിന് തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ശരിയായ രീതിക്ക് അത് ഫലപ്രാപ്തിയിലെത്താനും ഡയഗ്നോസ് ചെയ്യാനും ചികിത്സിക്കാനും ഒക്കെ കഴിയുള്ളൂ. നമുക്കറിയാം ഒരുപാട് കേസുകളിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സാധാരണയായി കണ്ടുവരുന്ന ഡിസ്ചാർജ് വെള്ളമൊക്കെ എന്ന് പറയുന്ന തരത്തിലുള്ള അത് ക്രോണിക് സർവീസൈറ്റിസ് ആയിരിക്കാം. ചിലപ്പോൾ അത് സാധാരണ രീതിക്കുള്ള ഒരു കൊറിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയിരിക്കാം. പക്ഷേ അത് സ്ക്രീനിങ് ടെസ്റ്റിന് സാധാരണ 40 വയസ്സിന് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ആ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് ക്യാൻസറിലോട്ട് പോകുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതും അവിടെ വെച്ച് ചികിത്സ നൽകാം എന്നുള്ളതുമാണ്. പക്ഷേ അതിന് തയ്യാറായി വരാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ വിഷയം ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് സർവ്വസാധാരണമായി ഏതൊക്കെ ക്യാൻസർ നമ്മൾക്ക് ചുറ്റുപാട് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ക്യാൻസർ ഒന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പുരുഷന്മാരിൽ ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാണുന്നുണ്ട്. അതിനോടൊപ്പം ലിവർ ക്യാൻസർ കാണുന്നുണ്ട്. അതിലുപരിയായി നമുക്ക് സ്ത്രീകളിലാണെങ്കിൽ ഓവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ക്യാൻസറുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സർവ്വസാധാരണമായി നമുക്ക് ഏതൊക്കെ തരത്തിൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ വെറും രക്തപരിശോധനയിലൂടെ മാത്രം നമുക്ക് ഈ ക്യാൻസറിനെ എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള 1-2 കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഒരു പ്രായമായ അല്ലെങ്കിൽ 45 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാർ പ്രത്യേകിച്ച് രാത്രി മൂത്രം അധികമായി പോകണമെന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ തീർത്തും പോവാത്തതുപോലുള്ള ഒരു തോന്നലോ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ടറി അല്ലാത്ത തരത്തിലുള്ള ഒരു ലക്ഷണമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മൂത്രം ബാക്കി നിൽക്കുന്നതാറ്റോ മൂത്രം പോകാൻ വിഷമൊക്കെ ഉണ്ട് എങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാമെങ്കിലും ഒരു പക്ഷേ ഒരു 45 വയസ്സിന് മുകളിലാണെങ്കിൽ തീർച്ചയായും അത് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ലക്ഷണമായിരിക്കാനാണ് സാധ്യത. അങ്ങനെ പ്രോസ്റ്റേറ്റിൻ്റെ ലക്ഷണമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കർ ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് PSA. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ PSA എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന ഒരു ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാം പ്രായമായ പുരുഷന്മാരിൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമുള്ളവരിൽ ഇത് ക്യാൻസറിലോട്ട് പോകാൻ ക്യാൻസർ സാധ്യത ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി ഇതിന് സന്ദർഭവശാൽ ഞാൻ പറയട്ടെ. ഏതെങ്കിലും തരത്തിലൊരു മാർക്കർ ടെസ്റ്റ് കുറച്ച് കൂടി നിന്നുപോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില മാർക്കർ ടെസ്റ്റുകൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിലും അത് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് ആ മാർക്കർ ടെസ്റ്റുകൾ നമുക്ക് കൂടുതലായി കൂടി വരാമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 100% അത് ക്യാൻസറാണ് എന്ന് ചിന്തിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഒരു സാധാരണ റേഷ്യോയിൽ നിന്നും അത് ക്രമാതീതമായി കൂടുന്നത് അടുത്ത് വീണ്ടുമുള്ള പരിശോധനയിൽ കൂടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ഒരു അലാർമിംഗ് സൈനാണ്. നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരിതാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ PSA എന്നുള്ളതാണ്. PSA എന്ന് പറഞ്ഞാൽ സാധാരണ പ്രോസ്റ്റേറ്റ് മാലിഗ്നൻസി അല്ലെങ്കിൽ ക്യാൻസർ കൂടുമെങ്കിൽ പോലും ഒരു മുതിർന്നവരിൽ ഒരു പക്ഷേ BHP എന്ന് പറയുന്ന തരത്തിലുള്ള ബിനൈൻ ഹൈപ്പർട്രോഫി ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന അധികം മാരകമല്ലാത്ത ക്യാൻസർ സാധ്യത അല്ലാത്ത പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെൻറ്റ് സർവ്വസാധാരണമായി കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിനകത്തും ഇത് കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു അനുമാനം ഉണ്ടാവാൻ സാധ്യതയില്ല.
ഇത് കൂടി പോയി എന്ന് പറഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് എന്ന് നാളെ ഒരു വിഷമ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം AFP എന്ന് പറയുന്നത് ലിവർ ആൻഡ് ജെം സെൽ ട്യൂമർ എന്ന് പറയുന്ന ഒരു ഇതാണ്. ഈ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഈ ലിവർ ആൻഡ് ജെം സെൽ ട്യൂമർ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് ഈ AFP എന്ന് പറയുന്നത്. ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്നാണ്. തീർച്ചയായും അത് ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ ജെം സെൽ ട്യൂമർ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ ഏതെന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ലിവർ ക്യാൻസറിനർത്ഥം. നമുക്കറിയാം സാധാരണയായിട്ട് ലിവറിനുള്ള പല പ്രശ്നങ്ങളിലൊന്നാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫാറ്റി ലിവറിന് കഴിഞ്ഞതിന് ശേഷം അത് ഫൈബ്രോസിസ് ആയി കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ആ ലിവറിന് സ്കാറിങ് വരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ടിഷ്യൂ കട്ടി പിടിക്കുന്നുള്ളതാണ്, അതിൻ്റെ സ്ട്രക്ചർ മാറുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞത് സിറോസിസ് ആവുന്നു. സിറോസിസ് കഴിഞ്ഞതിന് ശേഷം ക്യാൻസർ ആവാമെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഫാറ്റി ലിവർ തന്നെ ആൽക്കോളിക് ഫാറ്റി ലിവർ, നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ എന്ന് വ്യത്യസ്ത തലത്തിലുണ്ട് എങ്കിൽ പോലും ലിവറിനെ സംബന്ധിച്ചുള്ള ഇത് നമ്മൾ സാധാരണ ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ് ചെയ്യാറുള്ളത്. SDOT, SDPT, സെറം ബിൽറുബിൻ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ അധികം കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ലിവറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ലിവർ ഫങ്ഷൻ SDOT, SDPT എന്ന് പറയുന്ന എൻസൈംസുകൾ കൂടി നിൽക്കാൻ അതുപോലെ എങ്കിൽ പോലും അതൊരു കാർസിനോമ കണ്ടീഷൻ അല്ലെങ്കിൽ ക്യാൻസർ കണ്ടീഷനിലോട്ട് പോകുന്നുണ്ടോ ഇല്ലെന്നറിയാൻ തീർച്ചയായിട്ടും നമുക്ക് AFP എന്ന് പറയുന്ന ഒരു മാർക്കർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് ഹെപ്പറ്റോസെല്ലോ കാർസിനോമ ആയിരുന്നാലും ടെസ്റ്റിക്കുലർ ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്കത് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു PSAയുടെ കാര്യം പറഞ്ഞു, ലിവറിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ CA എന്ന് പറയുന്ന എംബ്രിയോണിക് ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു മാർക്കർ ടെസ്റ്റ് കോളോറക്ടൽ ക്യാൻസർ, ലങ് ക്യാൻസർ, ഇവിടെയാണ് ഒന്നിലധികം ക്യാൻസറുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൊളോറക്ടൽ ക്യാൻസർ, ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നീ കാര്യങ്ങളൊക്കെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് ഈ CEA നമുക്ക് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കൂടുതലായി ഇത് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ പ്രൊഗ്നോസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ക്യൂറാവാനുള്ള സാധ്യത, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഫോളോ അപ്പിന് വേണ്ടി ചുരുക്കത്തിൽ വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു മാർക്കർ ടെസ്റ്റാണ് ഇത്. അതുപോലെ തന്നെ നമുക്കറിയാം CA-125 എന്ന് പറയുന്ന CA-125 ഇപ്പോൾ പോളിസിസ്റ്റിക് നമുക്കറിയാം മിക്കവാറും ഉള്ള പെൺകുട്ടികളിലും അല്ലെങ്കിൽ സ്ത്രീകളിലൊക്കെ നമ്മൾ കാണുന്നത് ഓവറിയൻ സിസ്റ്റാണ്. അങ്ങനെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസാണ്. വിസിബിളി ഇല്ലാത്ത പെൺകുട്ടികൾ വളരെ വിരളമാണെന്ന് തന്നെ പറയാം. പക്ഷേ അത്തരം അവസ്ഥയിൽ പോലും നമുക്ക് CA-125 ഉള്ള ഒരു മാർക്കർ ടെസ്റ്റ് നോക്കാം. അത് ഒരു പരിധിയിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ അതൊരു ക്യാൻസർ സാധ്യതയാണ്. പക്ഷേ പലപ്പോഴും ഈ CA-125 മറ്റു പല കാരണങ്ങൾ കൊണ്ട്, അതുകൊണ്ട് ഇത് മാത്രം വെച്ച് ചിന്തിക്കാൻ പറ്റില്ല. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന യൂട്രസിനകത്തുള്ള എൻഡോമെട്രിയത്തിൻ്റെ ഒരു പ്രത്യേക വളർച്ച, നമ്മൾ പീരീഡ്സ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഗർഭധാരണത്തിന് പാകപ്പെടുത്തുന്ന തരത്തിൽ യൂട്രസിനകത്തുള്ള ഒരു മാറ്റം സ്ഥിതിവിശേഷം അകത്ത് വരുന്ന ഒരു എൻഡോമെട്രിയം എന്നൊരു ഇതാണ്. ഇത് തന്നെ അവിടെ നിന്ന് സ്ഥാനം മാറി എവിടെ വേണമെങ്കിലും കാണാം എന്ന് വരുന്ന തരത്തിലുള്ള ഒരവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്നാണ്. വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ആ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലും വളരെ സ്ത്രീകളുടെ ബ്ലീഡിങ്, വേദനയൊക്കെ വളരെയധികം ഭയങ്കര നല്ല രീതിക്കുള്ള വേദന കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണത്. അങ്ങനെ വന്നിരുന്ന പോലും ഈ CA-125 കൂടി നിൽക്കും. പലപ്പോഴും നമുക്ക് ഓവറിയൻ സിസ്റ്റ് കൂടെ ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലതരത്തിലുള്ള സിസ്റ്റുകളുണ്ട്. ഓവറിയിൽ തന്നെ പലതരത്തിലുള്ള സിസ്റ്റുകളുണ്ടെങ്കിൽ അതേക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഓവറിയൻ സിസ്റ്റം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് CA-125 നോക്കുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. കാരണം ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാൻസർ സാധ്യതയിലോട്ട് പോകുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് CA-125. ഞാൻ ഈ നേരത്തെ പറഞ്ഞ എൻഡോമെട്രിയോസിസ് എന്നുള്ള അവസ്ഥയിലും നമുക്കത് കൂടുതലായി ഇതിങ്ങനെ കാണാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് CA-19/9 എന്ന് പറയും. CA-19/9 അപ്പോൾ അതിനകത്ത് ക്യാൻസർ പാൻക്രിയാസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ബിലിയറി ഒബ്സ്ട്രക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ലിവറിൽ നിന്ന് നമ്മുടെ ഗാൾ ബ്ലാഡറിലോട്ടും നമ്മുടെ ബൈലെത്തുന്നു.
അതിനിടയ്ക്ക് തന്നെ ഗാൾബ്ലാഡറിൽ എന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഗാൾബ്ലാഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് കോളിലിത്യാസിസ് എന്ന് പറയുന്നത് അവിടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷനൊക്കെ വരാം. അപ്പോൾ ഈ പാത്മയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പാൻക്രിയാസിനെ സംബന്ധിച്ച് എന്തെങ്കിലും പാൻക്രിയാറ്റൈറ്റിസ്, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ്, വല്ലാത്ത വേദനയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലും അത് പാൻക്രിയാസിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ വന്നതിന് ശേഷം പാൻക്രിയാറ്റിക് ക്യാൻസറിലോട്ട് പോകാൻ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് പോവുകയാണോ എന്നുള്ളത് മനസ്സിലാക്കാനാണ് CA19/9 എന്ന് പറയുന്ന മാർക്കർ ടെസ്റ്റ് നമ്മളെ വളരെയധികം സഹായം ചെയ്യുമെന്നാണ്. ഈ പലപ്പോഴും പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഈ മാർക്കർ ടെസ്റ്റിനോടനുബന്ധിച്ച് ശക്തമായ ഒരു ഫാമിലി ഹിസ്റ്ററിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് സീരിയസ് ആയി ചിന്തിക്കാനുള്ളതും എന്താ പറയുക നമ്മളതിന് നമ്മളൊരു മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അത് എന്താ പറയാൻ ഒരു ഫിക്സേഷൻ ഉള്ളതും വളരെ ഒരിടത്ത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ അത് മൂവബിൾ അല്ലാതെ അല്ലെങ്കിൽ വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടണമെന്നുള്ളതാണ്. അത്തരം പ്രശ്നം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വരുമ്പോഴും നമ്മൾ ഏകദേശം അതിനും നമ്മൾ ഒരു ട്യൂമർ മാർക്കറുണ്ട്, അത് CA15/3 എന്നുള്ളതാണ്, ക്യാൻസർ ബ്രസ്റ്റാണ്. ഇവിടെ നമുക്ക് ഇത് കൂടുതലായി മോണിറ്ററിങ്ങിലാണ് നമ്മളെ സഹായിക്കുന്നത്. ഒരു ട്രീറ്റ്മെൻറ്റ് മരുന്ന് കൊടുത്തതിന് ശേഷം നമുക്കത് ഏത് തരത്തിൽ കുറയുന്നു, എങ്ങനെയൊക്കെ കുറയുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മളെ കൂടുതലായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരമുള്ള ചെറിയ ഇനി ഈവൻ നമ്മുടെ CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മൾ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ പെരിഫറൽസ് ബ്ലഡ് സ്മിയർ എന്ന് പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിക്ക് വളരെയധികം ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അനീമിയ എന്നുള്ള കണ്ടീഷനെ പറയുന്നു. അല്ലെങ്കിൽ അങ്ങനെ അനീമിയ വരുമ്പോൾ തന്നെ ചില പ്രത്യേക തരത്തിലുള്ള അനീമിക്ക് ഹീമോഗ്ലോബിൻ്റെ സൈസിനും ഷേപ്പിനൊക്കെ വ്യത്യാസം വരുമ്പോൾ അല്ലെങ്കിൽ അബ്നോർമലായിട്ട് ഉള്ള തരത്തിലുള്ള WBC അല്ലെങ്കിൽ വെള്ള രക്താണുക്കളുടെ അക്കൗണ്ട് കൂടുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ കാര്യങ്ങളൊക്കെ സംശയിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പെരിഫറൽ ബ്ലഡ് സ്മിയർ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഏറെക്കുറെ അത് ലുക്കീമിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലിംഫയാണോ മൾട്ടിപ്പിൾ മൈലോമയാണോ എന്ത് തരത്തിലുള്ള ക്യാൻസറാണോ എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ തിരിച്ചറിയുവാനായിട്ട് നമുക്കത് സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ വളരെ ഇതായിട്ട് പറയാനുള്ള മറ്റൊരു മാർക്കറാണ് ഈ β-HCG എന്ന് പറയുന്നത്. അത് ഈ ജേം സെൽ ട്യൂമർ എന്നാണ്. ശരിക്കും ഒരു ജേം സെൽ ട്യൂമർ എന്ന് പറയുമ്പോൾ ഭാവിയിൽ എന്താ പറയാൻ ഒരു ഓവമാറ്റോ അല്ലെങ്കിൽ സ്പെർമാറ്റോ മാറേണ്ടിയിരിക്കുന്ന സെല്ലിന് ആ സെല്ലിൻ്റെ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, ഒരു ട്യൂമറാണ്. അത് തീർച്ചയായും സാധാരണ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഒരുപക്ഷെ അത് ഒരു ടെസ്റ്റിക്കുലർ ക്യാൻസർ ആവാം, അല്ലെങ്കിൽ സ്ത്രീകളിൽ അത് തന്നെ മറ്റ് വേറെ തരത്തിലുള്ള ഈ നമ്മുടെ വയറിനകത്ത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബ്ഡമനൽ മാസ് ഉണ്ടെങ്കിൽ സാധാരണ ഇത്തരം കാര്യങ്ങൾ പ്രകടമാകുന്നത് തന്നെ വയറിന് താഴെ ഒരു കട്ടി ഉള്ളതുപോലെയും വേദന ഉള്ളതുപോലെയും തോന്നുകയും അങ്ങനെയുള്ള ഒരു പെയിൻലെസ് ആയിട്ട് പലപ്പോഴും ട്യൂമർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേദന കാണാം, വേദന ഇല്ലാതെ ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ എന്തായാലും ഒരു ട്യൂമർ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ടെസ്റ്റിക്കുലർ ക്യാൻസർ നമുക്ക് സാധാരണ പുരുഷന്മാരിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിന് വീക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അതൊരു പെയിൻലെസ് ആണെങ്കിൽ കൂടി ചിലപ്പോൾ അത് ഹൈഡ്രോസിലാവാം, അല്ലെങ്കിൽ അത് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റാനും ഇത് ഒരു ക്യാൻസർ ടെസ്റ്റുകൾ കൊണ്ടും ഇന്ന് സർവ്വസാധാരണമായി നമുക്ക് ഉള്ള ഒരുവിധപ്പെട്ട ക്യാൻസറുകൾ തിരിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് ക്യാൻസറിനെ കുറിച്ച് ജാഗ്രത മാത്രം മതി, ഭയം വേണ്ട എന്നുള്ളതാണ്. പലപ്പോഴും യഥാസമയം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു വലിയ വിപത്തിനെ നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി അത് പരിഹരിക്കാമെന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ മേഘവാതത്തിൻ്റെ ഡിസ്ചാർജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ക്രോണിക് സെർവിസൈറ്റിസ് എന്ന് പറഞ്ഞു. ക്രോണിക് സെർവിസൈറ്റിസ് എന്ന് പറയുമ്പോൾ വളരെ ദുർഗന്ധത്തോടു കൂടി ഒരുപാട് കാലം ഇങ്ങനെ യോനിഭാഗത്തിൽ നിന്നും ഒരു ഡിസ്ചാർജ് വരുന്നതാണ്. അങ്ങനെ ക്രോണിക് സെർവിസൈറ്റിസ് വന്നിരുന്നാലും അത് CA സെർവിക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അവിടെയും നമ്മുടെ ചില സ്ക്രീനിങ് ടെസ്റ്റ്, അവിടെ ഈ പറയുന്ന തരത്തിലുള്ള പാപ്സ്മിയർ എന്ന് പറയുന്ന ചില ടെസ്റ്റുകളുണ്ട്. ആ പാപ്സ്മിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും 40-45 വയസ്സുമുള്ള സ്ത്രീകൾ അത് ചെയ്യണമെന്നിരിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പാപ്സ്മിയർ ചെയ്ത്
നമുക്കത് ഇല്ല എന്ന് നമുക്ക് ക്യാൻസർ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിലും ഇതെല്ലാം സ്വയം അവനവൻ തിരിച്ചറിയുന്നതാണ്. അവനവൻ്റെ ബോഡി, നമ്മുടെ ശരീരം നമ്മുടെ തന്നെ എക്സാമിൻ ചെയ്യുക. അബ്നോർമലായി നമുക്ക് എന്തെങ്കിലും പന്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അത്തരം കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്ത് ഡോക്ടറോട് സംസാരിക്കാമെന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇന്ന് ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് വളരെ പുരോഗമനപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. മിക്കവാറുമുള്ള 90% ക്യാൻസറുകളും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. ഭയക്കേണ്ട കാര്യമില്ല. ഭയം ഈ പ്രശ്നങ്ങൾ അധികരിപ്പിക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി മറ്റൊരു അവസരത്തിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.